ഒരു വണ്ടി നിറയെ സർപ്രൈസുമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുക. ഇക്കല്ല ജാസ്മിൻ ഫ്രോഗിത്തെ ജാസ്മിൻ ഫലൂദയാണ് കേട്ടോ അതൊക്കെ. എന്താ പോയി ആ പെട്ടിതൊക്കെ കാലിയായോ? ഒക്കെ കാലിയായോ എന്നുള്ളതല്ല ഒരു ബാഗ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല യശക്കൂട്ടം വന്നിട്ട് പട്ടാ വീട്ടിൽ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണെന്ന്. അവിടെ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ജാസ്മിൻകുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ മൈക്ക് വെച്ചിട്ടില്ല. ജാസ്മിൻകുട്ടിയുടെ വീട്ടിലേക്ക് പോകണം. അവിടെ പോയിട്ട് ഓളി എടുത്തിട്ട് പട്ടാമ്പി വീട്ടിലേക്ക് പോകണം. ഇവിടെ വാ, നമ്മളെങ്ങോട്ട് പോണ്? നമ്മളെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോവാടി. ശരി, നേരെ റിട്ടാവാനായപ്പോ വേഗം റെഡിയാവുമായിരുന്നു. ആകെ ഓടിപ്പുണ്യാണ്. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. കാക്കു ചോര നീരാക്കി കൊടുത്ത ദിനോസറാണത്. പണ്ട് ഷെഫ്മാൻക്കാണെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകാൻ കേട്ടോ. പക്ഷെ അതിൻ്റെ മുമ്പ് എല്ലാവരെയും ഒന്ന് പോയി കാണുമാണ്, സർപ്രൈസ് ഒന്ന് പൊളിക്കുമാണ്. അപ്പോൾ ഓനൊരു ഒറ്റ ഷർട്ടും കേട്ടോ. ഞാനാണെങ്കിൽ തരം ഡ്രസ്സുമേ, ഓനാണെങ്കിൽ ഒറ്റ ഡ്രസ്സുമേ. ഞാൻ യാമിക്കുട്ടി തരം ഡ്രസ്സ്. നമ്മളെ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോവും. എന്താ ഒരു ഇരുട്ട് സമയത്തിന്റെ കർപ്പിച്ചോ? ആ എന്നെ കർപ്പിച്ചു. അടുത്ത സർപ്രൈസ് ഒറ്റ ഷർട്ടും 4 വീഡിയോ. നമ്മുടെ ലക്ഷ്യം. ഒറ്റ ഷർട്ടും ഒരുപാട് സർപ്രൈസും. ജാമിക്കുട്ടികളെ പഴമൊക്കെ ഇതിലാക്കി മുറിച്ച് ഓരോ പീസാക്കി വെച്ചിട്ട് കേട്ടോ. പഴം പുഴുങ്ങിയത് വണ്ടിന്ന് കൊടുക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഉറക്കത്തിന്റെ ക്ഷീണം. ഷെഫ്കൂട്ടനൊക്കെ ഉറക്കത്തിന്റെ ക്ഷീണമായിട്ടാ. നേരിട്ട് കാണാമല്ലോ, വീഡിയോയിൽ നല്ല വിരളിച്ച മുഖമൊക്കെ. ഇനി പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ. അവിടെ എത്തിക്കഴിഞ്ഞാല് വീഡിയോ എടുക്കലൊക്കെ കണക്കാക്കാരും. ഇക്ക പനം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കേട്ടോ. ആ ജാമിക്കുട്ടി കരയുണ്ട്. ഞാൻ കാക്കു തമാശ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് ദിനോസറാണ് നമ്മളെ. തക്ക സമയത്ത് പഞ്ചറായി. ടയർ മാറ്റാൻ പോവാണ്. അല്ലെങ്കിൽ തന്നെ നേരം വഴുകിക്കാണ്. കൂടെ ഇനി ടയർ പഞ്ചറായതും കൂടി മാറ്റണം. ന്യൂ ടയർ വാങ്ങിക്കടി കാറിന്. ഓക്കെ എടാ, പുതിയ ഷർട്ട് വാങ്ങിക്കണ്ടേ? ന്യൂ ഷർട്ട് എടുക്കാൻ പോവാണ് യാമി ജാസ്മിന്റെ വീട്ടിക്ക്. ജാസ്യാമ്മന്റെ വീട്ടിൽ നിനക്ക് യാമിക്കുട്ടി എങ്ങനെയുണ്ട്? ജാസ്യാമ്മന്റെ ഫലൂദ. ജാസ്യാമ്മന്റെ വീട്ടിൽ അടിപൊളി ഫലൂദ എന്നൊക്കെ ഓരോട് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇജു അങ്ങനെ തന്നെ പറഞ്ഞു. കൊള്ളാല്ലേ? ഇവിടെ എന്തൊക്കെ ഫലൂദൊക്കെ സെറ്റാക്കി. ജാസ്മിൻ ഫ്രോഗിത്തെ ജാസ്മിൻ ഫലൂദയാണ് കേട്ടോ അതൊക്കെ. ഓട് വ്ളോഗ് വഴിയുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. പോവല്ലേ നമ്മള്? ജാസ്മിൻ കുട്ടിന്റെ അടുക്കളൊക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. വണ്ട് കഴിഞ്ഞുല്ലേ? അങ്ങനെ ജാസ്മിൻ കുട്ടിനെ എടുത്ത് ഞങ്ങൾ പട്ടാമ്പി വീട്ടിലേക്ക് പോയിട്ട് രാത്രി പകൽ വെളിച്ചത്തിൽ ഈ ഒരു സർപ്രൈസ് ഒക്കെ ആയിരുന്നു ആഗ്രഹം. ഇരുട്ടത്ത് കാണാം. ഞാൻ വഴിയിൽ ഇറക്കി വിടുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങളപ്പോ അവിടെ പോയിട്ട് കുറച്ചൊന്ന് നിന്ന് തിരിയാൻ സമയം തരുന്നുണ്ടേ. ഇക്കല്ല Hey guys! ഞങ്ങൾ പറഞ്ഞേ ആളുകൾ ചോദിക്കുന്ന സമയത്ത് എന്റെ എൻട്രി ആണ്.
മാസമായിട്ടുള്ളൂ ഞങ്ങളെ കുട്ടി പണ്ട് ഇതിലൂട്ടിയുടെ പഴംപൊരിയും കട്ടൻ ചായ ഒക്കെ കുടിച്ച് നമ്മൾ സുലാമി സർപ്രൈസ് കൊടുക്കാൻ പോവില്ലേ? എന്റെ കല്യാണത്തിന് പോവാ. ഞാൻ ഇറങ്ങിയിരിക്കാം. ഏകദേശം ഒക്കെ പറയുന്നുണ്ട് വേണം നമുക്ക് ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെ ഇല്ല അല്ലേ? ഞാൻ ഇപ്പൊ അടുത്താണ് നമ്മോട് ചോദിച്ചത്, എല്ലാവർക്കും എയർപോർട്ടിൽ പോകണോ അതോ സർപ്രൈസ് ആണോ വേണ്ടത്? അപ്പൊ ജുബാന എല്ലാവരും കൂടെ ഒത്തു പോകുന്നു ഒരു വണ്ടി നിറയെ സർപ്രൈസുമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ആദ്യം ഞങ്ങള് നെജിന്റെ വീട്ടിൽ പോയിട്ട് നെജിക്ക് സർപ്രൈസ് കൊടുക്കട്ടുണ്ട്. നെജിത്താക്ക് ഇന്നാണെങ്കിൽ അർജന്റീനയുടെ കളിയാണ്. അതാകുമ്പത്തിന് അങ്ങോട്ട് എത്തുമ്പോഴാണ് വേഗം റെഡി ആയിക്കോ. സുലാമിന്റെ വീട്ടിൽ നെജിയമ്മക്ക് സർപ്രൈസ് കൊടുത്തു. ഇതോടുകൂടി സർപ്രൈസ് അവസാനിക്കുന്നതാണ്. ഞങ്ങളെല്ലാരും വീട്ടിൽ കയറുന്നു, ഞങ്ങൾ വിളിക്കുന്നു, വരുന്നു. നിങ്ങളൊന്ന് ഇരിക്കുന്നിട്ടാ ഞാൻ വരുള്ളൂ. കുറച്ച് ടൈം വരണം. ഇതിക്ക് വൈകിയത് ഇങ്ങനെ സുലുവിനുള്ള സർപ്രൈസ് എത്തി. പുറത്തുണ്ടോ? വീടിന്റെ ഉള്ളില് സുഖമായിട്ട് കിടന്നു. നമ്മളെങ്ങട്ടാ നിക്കണേ? അങ്ങനത്തെ ഞങ്ങള് എല്ലാരും കൂടെ കൂട്ടത്തോട് സുലു ലൈറ്റ് ഇട്ടു. അമ്മ എങ്ങോട്ടാ വന്നത്? നീ എങ്കിലും എന്നെ സൂവാക്കി കൂട്ടി ഷാളെടുത്ത് പോയിട്ട് കണ്ടിട്ടൊന്നും നോക്കിയില്ലല്ലോ. ഓള് പറഞ്ഞു ഓളെ നോക്കാന് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ? ക്യാമറ പിടിച്ചിട്ട് കേറി വന്നിട്ട് എന്തെങ്കിലും കത്തുന്ന് വിചാരിച്ചു. ദുബായിന്ന് വന്ന പോലെ ആ ഒരു ഉണ്ടായിട്ട് ദുബായിന്ന് വന്ന എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് ഞാൻ പെട്ടി സിമ്മി കണ്ടിട്ട് 10 മണിയായി. നാളെ ജിമ്മിൽ അവിടെ നടക്കുന്നപ്പോ കൊണ്ടുവന്നിട്ട് പറയണ ഞങ്ങൾ ഇങ്ങനെ വരും, എന്നാലും ഒളുക്ക് കത്തുള്ളൂ എന്നാ ഓള് പറയുന്നത്. വരി വരിയായിട്ട് സർപ്രൈസ് കൊടുത്ത് വരികയാണ് ഞങ്ങളുടെ. സുലാമാന്റെ സ്ക്രിപ്റ്റ് ഞാൻ തലേ അന്ന് വരണ വഴിക്ക് കയറണം എന്നുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. പക്ഷെ ആരാ വിളിക്കണേ? ഫിറുവാ. ഞാൻ ഇന്നലെ രാത്രി എന്നിട്ടിപ്പോ സുലുവിന്റെ സർപ്രൈസ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കുക. സർപ്രൈസ് നടക്കുക. ഞങ്ങളാണ് ഇന്നലെ തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങളെ ഒരു പറ്റേ
ഒരു പറ്റ സർപ്രൈസിന്റെ അവസാനം തരികയും കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ് ഞാൻ അടുത്തല്ല മക്കളെ. അടുത്ത കൊല്ലം ഇൻഷാ അല്ലാ. ഇനിയിപ്പോ ഞാൻ മനസ്സിലാവും ആദ്യമായിട്ടുള്ള എനിക്കൊരു എക്സ്പീരിയൻസ്. എന്തിനാ വെള്ളിയാഴ്ച ഞാൻ ഇപ്പൊ തന്നെ വരുന്നത്. അങ്ങനെ പട്ടാമ്പി വീട്ടിൽ ഉള്ള സർപ്രൈസൊക്കെ എല്ലാവർക്കും കൊടുത്ത് ഷെഫ് മോൻ അയർലൻഡിൽ നിന്ന് വന്ന എല്ലാ സർപ്രൈസും കഴിഞ്ഞ് ഉറക്കക്ഷീണത്തോടു കൂടി പോവാൻ കേട്ടോ. എന്നാലും തുതക്കൊക്കെ പോകേണ്ടത്. ഇന്നലെ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നത്. നബിലോട്ട് ഇന്നലെ സദ്യ കഴിക്കാൻ പോയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കപ്പോൾ ഇന്ന് സദ്യ കഴിക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോട്ടോ. ഈ സദ്യ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പിരിയും. പോലും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും. ഉമ്മം തന്നെ ഉമ്മം.